ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ ബോംബെയിൽ നിന്ന് വന്ന രൂപച്ചേച്ചിയും സുന്ദരേട്ടനും പാലക്കാട് സ്റ്റൈലിൽ തയ്യാറാക്കി തരുന്ന ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. കസിൻസൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഈ ഇരുമ്പ് ചട്ടിയിൽ തന്നെ കേട്ടോ ചിക്കൻ റെസിപ്പിയൊക്കെ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായതും വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. കാണുമ്പോൾ തന്നെ ഇത് നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഇതിൽ അത്യാവശ്യം സവാള ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും വേറെ കറിയൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാം. ഇതിലേക്ക് നമ്മൾ 2.25 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നമുക്ക് മസാലയൊന്നും പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായി ചേർക്കുകയാണ്. മീഡിയം സൈസുള്ള 9 സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ചെറിയ തക്കാളി, 2 വലിയ പച്ചമുളക് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ 10-14 അല്ലി വെളുത്തുള്ളി, 1/2 ഇഞ്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ചട്ടി നന്നായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. 2-3 മിനിറ്റ് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് സവാളയും പച്ചമുളകും ചേർക്കാം. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള അടിയിൽ പിടിക്കാതെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. കൂടെ 3 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഒപ്പം നമ്മൾ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇറച്ചി ഓരോന്നായി വിതറുക. ഇനി നമുക്ക് ഈ ചിക്കനും മസാലയും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് അടി പിടിക്കണുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വിതറിയിടാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. കാരണം ഇരുമ്പ് ചട്ടിയിൽ അധികം നേരം വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ ആ ഇരുമ്പിൻ്റെ അംശം കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതിലൊരു ചമർപ്പ് രുചി ഉണ്ടാവും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ